ഹായ് ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളുടെ ഒരു സംശയം, അതായത് നമ്മുടെ ലൈവ് ക്ലാസ്സുകളായാലും നമ്മുടെ മറ്റ് ക്ലാസ്സുകൾക്ക് താഴെ കമൻറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സംശയം കുറേ ദിവസങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ അറിയിക്കുകയാണ്. അപ്പോൾ ആ സംശയ നിവാരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജസ്റ്റ് ഒരു ക്ലാസ് അല്ല, ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് എക്സാം ഇനി എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ടാലൻ്റ് അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സ് ഡീറ്റെയിൽസുമായിട്ട് അല്ലെങ്കിൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഓഫറുകളാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം എന്താണെന്ന്. അത് നോക്കാം. ഓണം സ്പെഷ്യൽ ഓഫറാണ്. 1 ഇയർ കോഴ്സിന് 1000 രൂപയാണ് എന്ത് ചെയ്യുന്നത്, റിഡക്ഷൻ ആയിട്ടുള്ളത്. 1000 രൂപയാണ് 1 ഇയർ കോഴ്സ് എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 1000 രൂപ, ടോട്ടൽ ഫീസിൽ നിന്ന് 1000 രൂപ ഓണം ഓഫറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1000 രൂപ റിഡക്ഷൻ ആണ്. അതുപോലെ തന്നെ ലൈഫ് ടൈം കോഴ്സിന് 2000 രൂപയാണ് എന്ത് ചെയ്യുന്നത്, ഓഫർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കാണുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുക. മാത്രമല്ല എന്ത് ചെയ്യുക, നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഓഫ്ലൈൻ കോഴ്സിന്റെ അഡ്മിഷൻസ് ആൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ കോഴ്സുകൾ ലഭിക്കുന്ന നമ്മുടെ ബ്രാഞ്ചസുകൾ എന്ന് പറയുന്നത് തമ്പാനൂർ, കാട്ടാക്കട, നെയ്യാറ്റിൻകര, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ബ്രാഞ്ചുകളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓണം ഓഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ഓണം സ്പെഷ്യൽ ഓഫറാണ്. 1 ഇയർ കോഴ്സ് 1000 രൂപയും അടുത്തത് ലൈഫ് ടൈം കോഴ്സ് 2000 രൂപയുമാണ് എന്ത് ചെയ്യുന്നത്, റിഡക്ഷൻ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഗ്രേഡ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായ എല്ലാ ഡൗട്ടുകളും ഇന്ന് ഇവിടെ ഈ നിമിഷം ക്ലിയർ ചെയ്യാണ്. നോക്കാം. കാറ്റഗറി നമ്പർ 535/2023 വിവിധ വകുപ്പുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് പരീക്ഷയുടെ വിശദമായിട്ടുള്ള സിലബസ് ആണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നവംബർ 2 മുതലാണ് എക്സാം ആരംഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആൾറെഡി അറിയാം. അപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആശങ്കയാണ്. ഇത് എവിടെ നിന്ന് പഠിക്കണം, എന്ത് പഠിക്കണം. LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ആൾറെഡി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഗ്രേഡിന് പ്രത്യേകിച്ച് പഠിക്കണമോ, അങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ടുകൾ നിരന്തരമായിട്ട് നമ്മുടെ ലൈവ് സെഷൻസ്, നമ്മൾ അധ്യാപകർ 2:30 മുതൽ ലൈവ് സെഷൻസ് ആരംഭിക്കും. എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മിനിമം ഒരു 3-4 ഉദ്യോഗാർത്ഥികളെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, കമൻ്റ് ആയിട്ട് ഈ ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ എന്തൊക്കെയാണെന്ന് ഇന്നിപ്പോൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നോക്കാം. ഓരോ വിഷയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കുകളുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കാം. 5ആയിട്ട് തിരിക്കാൻ നമുക്ക് വിഷയങ്ങളെ. നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. 1 പൊതുവിജ്ഞാനം. 40 മാർക്കാണ് കേട്ടോ. പൊതുവിജ്ഞാനം 40 മാർക്കാണ് പൊതുവിജ്ഞാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പൊതുവിജ്ഞാനം 40 മാർക്കിനാണ് പോയിരിക്കുന്നത്. അടുത്തത് ആനുകാലിക വിഷയങ്ങൾ, നമ്മുടെ കറണ്ട് അഫേഴ്സ് 20 മാർക്കിനാണ്. കറണ്ട് അഫേഴ്സ് എത്രയാണ്, 20 മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സയൻസ് ആണെങ്കിൽ 10 മാർക്കാണ്. സയൻസ് 10 മാർക്കാണ് സയൻസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പൊതുജനാരോഗ്യവും എത്രയാണ്, 10 മാർക്കിനാണ്. പിന്നെ മാത്സ് ഉണ്ട്. മാത്സ് സിമ്പിൾ മാത്സ് ആണ്. ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ഒക്കെ ഇത് ആൾറെഡി നിങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, നമ്മളത് സെറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മൾ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും മാർക്ക് നോക്കുക. പൊതുവിജ്ഞാനം 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതം അഥവാ മാത്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ മാത്സ്, ലഘുഗണിതം, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും ഇതെല്ലാം 20 മാർക്കാണ്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓരോരോ മേഖലകളിൽ
പൊതുവിജ്ഞാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നോക്കാം. പൊതുവിജ്ഞാനത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ അതെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങൾ? വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ദേശീയ പ്രസ്ഥാനങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023-24 കാലഘട്ടത്തിൽ 2023-2024 കാലഘട്ടത്തിൽ ഏകദേശം ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15ഓളം LGS എക്സാമുകൾ ആൾറെഡി നടന്നിട്ടുണ്ട്. ഈ LGS എക്സാമുകളിൽ എല്ലാം തന്നെ ഞാൻ പറഞ്ഞത് കുറഞ്ഞത് ഒരു 15 എണ്ണമാണ് ഞാൻ പറയുന്നത് കേട്ടോ. 15ഓളം ലാസ്റ്റ് ഗ്രേഡ് എക്സാമുകൾ നടന്നിട്ടുണ്ട്. ഇവയിലെല്ലാം തന്നെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുമാത്രമല്ല SCERT പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാലന്റ് അക്കാഡമിയുടെ ലൈവ് സെഷൻസ് SCERT പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തക സഞ്ചി ഓരോരോ വിഷയങ്ങൾ ഓരോരോ പ്രിയപ്പെട്ട അധ്യാപകർ നിങ്ങൾക്ക് മുന്നിൽ സെഷൻസ് അവതരിപ്പിക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. അവയെല്ലാം നിങ്ങൾ വളരെ ഉപയോഗപ്രദമായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കണം. കാര്യം SCERT പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്, ഏകദേശം റിപ്പീറ്റഡ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ 2023-24 കാലഘട്ടങ്ങളിലെ പരീക്ഷകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് SCERT പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ വിനിയോഗിക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈവ് സെഷൻസ് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ടാലന്റ് അക്കാഡമി നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ ഒരു ലക്ഷ്യം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായും കിട്ടും. നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഇനി സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചും പിന്നെ ഭരണ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവയ്ക്ക് 5 മാർക്കാണ്. 5 മാർക്കാണ് ഇടുന്നത്. അപ്പൊ പൊതുവിജ്ഞാനത്തിൽ ഒന്നാമതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം മുതൽ ഭരണ സംവിധാനങ്ങൾ വരെയുള്ള കാര്യങ്ങൾ. പിന്നെ അവയിൽ തന്നെ നോക്കാം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ആ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക മേഖല, വ്യാവസായിക മേഖല അത് പൂർണ്ണമായും തകർന്നിരുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി അന്നത്തെ ഗവൺമെന്റുകൾ ചെയ്ത കാര്യങ്ങൾ നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് ഞാൻ പറഞ്ഞത്. കാർഷിക, വ്യാവസായിക മേഖല തകർന്നു. അതിൽ തന്നെ നോക്കാം, പഞ്ചവത്സര പദ്ധതികൾ. എന്താണ് പഞ്ചവത്സര പദ്ധതികൾ? ഈ പഞ്ചവത്സര പദ്ധതികൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പഞ്ചവത്സര പദ്ധതികളും നമ്മുടെ ഹൈസ്കൂൾ ടെക്സ്റ്റില് ഓരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഹൈസ്കൂൾ ടെക്സ്റ്റ് മാത്രമല്ല, ഞാനിപ്പോ SCERT സിലബസ് പറഞ്ഞതെങ്കിലും നമ്മൾ ഹയർ സെക്കൻഡറി വരെയുള്ള പാഠപുസ്തകങ്ങൾ വായിച്ചു പോവുക. കാര്യം +1 എക്കണോമിക്സ് ടെക്സ്റ്റിലെ, അതായത് +1 എക്കണോമിക്സ് പാഠപുസ്തകത്തിലെ പാർട്ട് 1 രണ്ടാമത്തെ അധ്യായത്തിൽ വ്യക്തമായി പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് പറയുന്നുണ്ട്. അതില് ടേബിളായി തന്നെ കൊടുത്തിട്ടുണ്ട്. എത്ര വാർഷിക പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്, റോളിംഗ് പ്ലാനുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ പുസ്തക സഞ്ചി ടാലന്റ് അക്കാഡമി അവതരിപ്പിക്കുന്ന പുസ്തക സഞ്ചി സെഷനിലെ ക്ലാസ്സുകൾ നിങ്ങൾ വളരെയധികം ഉപയോഗിക്കുക. പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയ നല്ലതുപോലെ പഠിച്ചുകൊണ്ട് പോകുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളാകുന്നു
കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും തകർന്നിരുന്ന സാഹചര്യത്തിൽ അവയെ എന്ത് ചെയ്യുക, തിരികെ കൊണ്ടുവരിക. അപ്പോ അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ. പിന്നെ അത് മാത്രമല്ല പഠിക്കേണ്ടത്, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. ഓക്കെ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും, കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖലകളിലേക്ക് പുരോഗതികളും നേട്ടങ്ങളെയും കുറിച്ച് പഠിക്കുക. പിന്നെ യുദ്ധങ്ങൾ, ഏതൊക്കെ യുദ്ധങ്ങൾ എന്ത് ചെയ്തു നടന്നിട്ടുണ്ടോ ആ യുദ്ധങ്ങളെ കുറിച്ച് പഠിക്കുക. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഇന്ത്യ ചൈന യുദ്ധം, അതൊക്കെ എന്ത് ചെയ്യുക, പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. നമ്മൾ പൊതുവിജ്ഞാനത്തിൽ രണ്ടാമത്തെ ഒരു ഏരിയയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. വേറൊന്നുമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന. ഭരണഘടനയിൽ എല്ലാം പഠിക്കേണ്ട. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. LD ക്ലർക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഗ്രേഡ് അവന് എന്താണ്, വളരെയധികം ഈസി ആയിരിക്കും. കാര്യം LDയുടെ അത്രയും എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട, ലാസ്റ്റ് ഗ്രേഡിന് പഠിക്കണ്ട, കുറച്ചു കാര്യങ്ങളേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഈ ഓരോരോ മേഖലകൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കുക, ഇവിടെ ഭരണഘടനയിൽ പറയുന്നു പൗരന്റെ അവകാശങ്ങളും കടമകളും, മൗലിക അവകാശങ്ങളും കടമകളും. പൗരന് എത്ര മൗലിക അവകാശങ്ങളുണ്ട്? ആ മൗലിക അവകാശങ്ങളെ കുറിച്ച് 6 മൗലികാവകാശങ്ങള്, കടമകള്, അവയെല്ലാം എന്ത് ചെയ്യണം, പഠിക്കണം. ആ മൗലികാവകാശങ്ങളും കടമകളും പഠിക്കുക. ഇവിടെ നിന്ന് എടുത്തു എന്നുള്ളത് പഠിക്കണം. ഓരോ മൗലികാവകാശങ്ങളും എന്തിനെ കുറിച്ചൊക്കെ പറയുന്നു, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു എന്നുള്ളതും മാത്രമല്ല, കടമകൾ എന്തൊക്കെ കടമകളാണ് പറയുന്നത്, പ്രതിപാദിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് കടമകൾ എടുത്തിട്ടുള്ളത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ. അതായത് വളരെ ഈസിയാണ്, എന്നാൽ നല്ലതുപോലെ പഠിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ജോലി കിട്ടും. അത് 100% ഉറപ്പാണ്. ക്രാക്ക് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമുള്ള ഒരു എക്സാമാണ് ഏത്, ലാസ്റ്റ് ഗ്രേഡ് എക്സാം എന്ന് പറയുന്നത്. ഓരോ എക്സാമിനും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്. വില കുറച്ച് കാണരുത്. എന്ത് ചെയ്യുക, നല്ലതുപോലെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിജയം നിങ്ങൾക്ക് ഒപ്പം തന്നെ ഉണ്ടാകും. ഓക്കെ, അപ്പോ മക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും പഠിക്കുക, ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങളും പഠിക്കുക. 5 മാർക്കാണ്. ഇനി അടുത്തത് നമ്മുടെ എന്താണ്, ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതായത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ജോഗ്രഫിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 100 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് LD ക്ലർക്കിനെ അപേക്ഷിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് പഠിക്കാം. കാര്യം അത്രയും ഒരു ഏരിയ ഒന്നും എന്തിലില്ല, LGSന് ഇല്ലടാ. അപ്പോൾ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും പറയുന്നു. LD ക്ലർക്കിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു സൂപ്പർ ലോട്ടയാണ് ഏതെന്ന് പറയുന്നത്, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് എന്ന് പറയുന്നത്. കാര്യം അവൻ അത്രയും പഠിക്കണ്ട, അവൻ അത്രയും എന്ത് ചെയ്യേണ്ട, അവന് കുറേ കാര്യങ്ങൾ അറിയാം. എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് എന്ത് ചെയ്താൽ മതി, ഇതിലോട്ട് ഉപയോഗിച്ചാൽ മതി. നോക്കുക, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിലെല്ലാം വരും. ഭൂമിശാസ്ത്രപരമായ ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയെ എത്രയായി തരംതിരിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതിലെ എല്ലാ ഏരിയയൊന്നും പഠിക്കേണ്ട. ഇതിൽ നമ്മൾ ഉത്തരായന രേഖ, മാനകരേഖാംശം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്താണ് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിൽ. പിന്നെ ഉത്തരപർവ്വത മേഖല പഠിക്കണം. ഉത്തരപർവ്വത മേഖലയിൽ നമുക്ക് എന്താണ്, അതിൽ തന്നെ ഹിമാലയൻ നദികൾ പഠിക്കണം. ഓക്കെ, ഹിമാലയൻ നദികൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖല ചുരങ്ങളെല്ലാം ഒന്നും പഠിക്കേണ്ട, ചുരങ്ങൾ കുറച്ച് പഠിച്ചാൽ മതി. ഹിമാലയൻ നദികൾ പഠിക്കുമ്പോൾ ചുരങ്ങൾ കുറച്ച് പറയും, അതൊക്കെ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിൽ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഇന്ത്യൻ മരുഭൂമി, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, ദ്വീപുകൾ, ഇതെല്ലാം കുറേശ്ശെ പഠിച്ചാൽ മതി. വൈഡായിട്ട് പഠിക്കേണ്ട കാര്യമില്ല ജോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ സവിശേഷതകളായി അടുത്തത് അതിർത്തികൾ പഠിക്കണം. പിന്നെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടെ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്,
വളരെ കറക്റ്റായിട്ട് ഇത് വിനിയോഗിച്ച് നമ്മൾ പോർഷൻസ് നല്ല രീതിക്ക് വിനിയോഗിച്ച് നമ്മൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേഗം ക്രാക്ക് ചെയ്യാം, നമുക്കത് വിജയിച്ചെടുക്കാൻ പറ്റും, ജോലി നമുക്ക് ഉറപ്പായും കിട്ടും. അപ്പോൾ ഇനി അടുത്തതിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതാ നോക്കാം, നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. 10th 12th ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കാണ് 1 ടൈം ഫീസിലൂടെ എന്ത് ചെയ്യാം? എല്ലാ PSC എക്സാമുകളും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ലൈഫ് ടൈം വാലിഡിറ്റി, അതോടൊപ്പം തന്നെ ഫ്രീ റാങ്ക് ഫയൽ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മാത്രമല്ല 7845894492 എന്ന നമ്പറിൽ കൂടി എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഈ കോഴ്സ് ലഭിക്കുന്ന നമ്മുടെ ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തമ്പാനൂർ, കാട്ടാക്കട, നെയ്യാറ്റിങ്കര, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് ബ്രാഞ്ചുകളിലാണ്. അപ്പോൾ ഓഫ്ലൈൻ കോഴ്സ് അഡ്മിഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക? കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം, അടുത്തതിലോട്ട് നോക്കാം. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ അത്രയും കാര്യങ്ങളാണ്. ഭൂമിശാസ്ത്ര സവിശേഷതകൾ, അതിർത്തികൾ, അടിസ്ഥാന വിവരങ്ങൾ. അടുത്ത നോക്കാം, ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാ നോക്കുക, ഇന്ത്യൻ ജോഗ്രഫിയിൽ 5 മാർക്കായിരുന്നെങ്കിൽ ഇതാ നോക്ക്, കേരള ജോഗ്രഫിയിൽ 10 മാർക്കിനാണ് ചോദിക്കുന്നത്. 10 മാർക്കിന്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ജോഗ്രഫിയെക്കാളും നിങ്ങൾ കൂടുതലായി വർക്ക് ചെയ്യേണ്ടത് കേരള ജോഗ്രഫിയാണ്. അപ്പോൾ ആ മാർക്കിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കേരളം, നോക്കുക, കേരളം ഭൂമിശാസ്ത്രം എന്താണ്? അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ പഠിക്കണം. അടിസ്ഥാന വിവരങ്ങൾ. അടുത്തത് നദികളും കായലുകളും. അടിസ്ഥാന വിവരങ്ങളിൽ വരുമ്പോൾ എന്താണ്? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കുന്നു? 3ആയി തരംതിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം. ആ ഒരു മേഖലയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലതുപോലെ വായിച്ചു കൊണ്ടുപോവുക. അതുപോലെ തന്നെ നദികൾ, കേരളത്തിലെ നദികളും കായലുകളും എന്ന് പറയുന്ന ഏരിയ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. വിവിധ വൈദ്യുത പദ്ധതികൾ, കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികൾ. അടുത്തത് വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും മത്സ്യബന്ധനം, കായിക രംഗം, ഇവയെല്ലാം വർക്ക് ചെയ്യുക. ഓക്കെ, ഏതൊക്കെയാണ്? വന്യജീവി സങ്കേതങ്ങൾ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ദേശീയോദ്യാനങ്ങളും കുറച്ചേ ഉള്ളൂ, ഇത് എന്ത് ചെയ്യുക? പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് രണ്ടും എന്താണ്? വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മത്സ്യബന്ധനവും കായിക രംഗവും നിങ്ങൾ എന്ത് ചെയ്യുക? വായിക്കുന്നതിനോടൊപ്പം എന്ത് ചെയ്യുക? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ്, ഇതും കൂടെ എന്ത് ചെയ്യുക? വായിക്കുക. അപ്പോൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട്, കേരളം എന്ന് പറയുന്ന കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യണം. കേരള ഭൂമിശാസ്ത്രത്തിൽ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനുള്ളത്? പരീക്ഷയ്ക്ക് പോകാനുള്ളത്. ക്ലിയർ ആണേ? ഇനി അടുത്തതായിട്ടുള്ളത് ഇതാ നോക്കാം, കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതാ നോക്കടാ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ. എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ. അവ വർക്ക് ചെയ്യുക, നമ്മൾ നല്ലതുപോലെ വർക്ക് ചെയ്യുക. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, കേരളത്തിൽ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഉണ്ടായത്, കേരളത്തിൽ നടത്തിയ സമരങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന നവോത്ഥാന നായകന്മാർ, കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. നവോത്ഥാന നായകന്മാരെ കുറിച്ചും കൂടെ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളും അവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകന്മാരെ കുറിച്ചും എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിക്കുക. അപ്പം നോക്കടാ, കേരളവുമായി ബന്ധപ്പെട്ട് 10 മാർക്കായി. ദാ ഇവിടെ നോക്ക്, 5 മാർക്കായി. 15 മാർക്കായോ? 15 മാർക്കായോടാ. അപ്പോൾ ഞാൻ തുടക്കം പറഞ്ഞത് ശ്രദ്ധിച്ച് തന്നെ പോവുക. എത്ര മാർക്കിനാണ് തിരിക്കുന്നതെന്നും അവ ഓരോരോ വിഷയങ്ങൾ എടുത്തു വെച്ച് എന്ത് ചെയ്യുക? കീറി മുറിച്ച് പഠിക്കുകയാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ വ്യക്തമായിട്ടുള്ള സിലബസാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതായത് കേരള PSC പബ്ലിഷ് ചെയ്തത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉപേക്ഷ വിചാരിക്കരുത്. എടാ, ആൾറെഡി നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആൾറെഡി എന്താണ്, ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും 10 മാർക്കിൽ ഒരു 8 മാർക്ക് ആൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ ഒരു 2 മാർക്ക് വാങ്ങിക്കാനുള്ള സമയം ഉണ്ടോ ഇല്ലയോ എന്നാണ് നിങ്ങളുടെ ആശങ്ക. എപ്പോഴും ചോദ്യങ്ങൾ ഇനി പഠിച്ചാൽ മതിയോ, ഇനി പഠിച്ചാൽ മതിയോ, മതി. ആൾറെഡി 8 മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആൾറെഡി നിങ്ങളുടെ കയ്യിൽ 8 മാർക്ക് ഉണ്ടടാ. ഇനി 2 മാർക്കിന് വേണ്ടിയിട്ടാണ് പഠിക്കാനുള്ളത്. നവംബർ 2-ാം തീയതി മുതലല്ലേ ആരംഭിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. എടാ, നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് ഇറങ്ങി എന്ത് ചെയ്യുക, വിജയമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളുടെ പിന്നിൽ ഞങ്ങളുണ്ട്, നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട്. ടാലന്റ് അക്കാഡമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത നോക്കടാ, ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഒരു മേഖലകളാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കാൻ പിന്നോട്ട് നിൽക്കുന്നതും. കാര്യം ഇതിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് അഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ വരും, ആനുകാലിക സംഭവങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വേണം പഠിക്കാനുള്ളത്. കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആൾറെഡി അറിയാം. നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഓരോന്നും എന്ത് ചെയ്യുക, എഴുതിയെടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ ഒരു മേഖലയുമായിട്ട് 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വേണം. ഓക്കെ ആണേ. ഇനി അടുത്തതിലോട്ട് പോവാം. നോക്ക്, തൊട്ട് മുമ്പ് പറഞ്ഞേ ഉള്ളൂ, ആനുകാലിക വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് ഇതാ നോക്കടാ, 20 മാർക്കാണ് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് 20 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. 20 മാർക്കിന്. അപ്പോൾ ആനുകാലിക വിഷയങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ കറണ്ട് അഫേഴ്സ് സെഷൻസ് ഉണ്ടല്ലോ, ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷൻസ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്രദമാക്കുക. ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷൻ അത് വിനിയോഗിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആൾറെഡി 19 മാർക്ക് അവന്റെ കയ്യിലുണ്ട്. ഇനി വരാൻ പോകുന്ന കറണ്ട് അഫെയർ എന്ത് ചെയ്താൽ മതി, അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ തരുന്ന ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഇവിടുത്തെ ഡെയിലി കറണ്ട് അഫേഴ്സ് ആ ഒരു സെഷൻ, ആ ഒരു ക്ലാസ് വിനിയോഗിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 20-ന് അടിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ കാണുക, ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് തന്നെ കാണുക. അപ്പോൾ ആനുകാലിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 20 മാർക്കിനാണ്. ബാക്കി സയൻസ് ആണ് ഇനി നമ്മൾ പോകുന്നത്. സയൻസിന് 5 മാർക്കാണ്. 5 മാർക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക 5 മാർക്കേ ഉള്ളൂ. 5 മാർക്കേ ഉള്ളെങ്കിലും മേഖലകൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അതാ നോക്കുക, ജീവശാസ്ത്രത്തിൽ ഇതാ നോക്കുക, മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും, ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. അടുത്തത് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വിളകളെ കുറിച്ച് പഠിക്കണം. കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ 2 മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതി, 3 ഏരിയ. കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത് ജോഗ്രഫിയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. ജോഗ്രഫി എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഇതും കൂടെ ചേർത്തങ്ങ് പഠിച്ചാൽ മതി. പിന്നെ ബയോളജി എന്നും പറഞ്ഞ് നിങ്ങൾ വെറുതെ തലകുത്തി മറിയേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വിളകള്, വനങ്ങളും വനവിഭവങ്ങളും സാമൂഹിക വനവൽക്കരണവും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇത് ആൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നു, ജോഗ്രഫിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാം, ബയോളജിയെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറച്ച് നമ്മൾ വർക്ക് ചെയ്താൽ മതിയാവും. കാര്യം അതിൽ കുറച്ച് വർക്ക് ചെയ്താൽ മതിയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പഠിക്കാനില്ലെന്നല്ല അതിന്റെ അർത്ഥം. അത് നോക്കുക, ഈ രണ്ട് മേഖലയെ കുറച്ച് ആധികാരികമായിട്ട് നമുക്ക് പഠിക്കാം. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവും ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും കുറച്ച് ആഴത്തിൽ നമുക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് ജീവശാസ്ത്രം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് 5 മാർക്ക് അടിച്ചെടുക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കോഴ്സിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. 10th 12th ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് നമ്മുടെ ബാച്ച് സെപ്റ്റംബർ 23-ാം തീയതി മുതൽ പുതിയൊരു ബാച്ചറ നമ്മൾ ആരംഭിക്കുകയാണ് കേട്ടോ. സെപ്റ്റംബർ 23-ാം തീയതി മുതൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, 1 ടൈം ഫീസ് കോഴ്സ് അനുസരിച്ചുള്ള ഒരു ബാച്ച്, പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ കോഴ്സാണ്, ഓൺലൈൻ കോഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഓൺലൈൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ്, ഓൺലൈൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 7845894492 എന്ന നമ്പറിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിളിച്ച് ഓൺലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 10th 12th ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഓൺലൈൻ കോഴ്സും കൂടി നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. സെപ്റ്റംബർ 23-ാം തീയതി മുതലാണ്. ഓക്കെ ആണേ. ജീവശാസ്ത്രത്തിൽ വരുന്ന ഒരു ഏരിയ, കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഏരിയ പഠിക്കണം എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു ജോഗ്രഫിയുമായിട്ട് ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. വനവും പരിസ്ഥിതിയും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വനവിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് പഠിക്കാമെന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ശാസ്ത്രമാണ്. ശാസ്ത്രത്തിൽ രണ്ടാമത്തെ ഒരു ഏരിയ ആണ് എന്ന് പറയുന്നത്. ജീവശാസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം നമ്മൾ നോക്കാം ഭൗതിക ശാസ്ത്രം. ഭൗതിക ശാസ്ത്രത്തില് നോക്കുക 5 മാർക്കിനാണ്. 5 മാർക്കിനാണെങ്കിൽ കൂടിയും നോക്കുക 12 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. 12 രീതിയിൽ വളരെ വലിയ ഒരു കാര്യമാണ്. നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കുക, ആറ്റവും ആറ്റത്തിന്റെ ഘടനയും പഠിക്കണം. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും നോക്കുക, അയിരുകളും ധാതുക്കളും പഠിക്കണം. മൂലകങ്ങൾ പഠിക്കണം. അവയുടെ വർഗീകരണത്തെ കുറിച്ച് പഠിക്കണം. ഹൈഡ്രജൻ, ഓക്സിജൻ, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ നോക്കുക, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, നോക്കുക, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയുധവും സവിശേഷതകളും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താ നോക്കുക ഭൗതിക ശാസ്ത്രത്തിൽ നമുക്ക് 5 മാർക്ക് അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയ. അപ്പൊ ഒന്നുകൂടെ പറയാണ്, ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ, അടുത്തത് ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയുധവും സവിശേഷതകളും. അപ്പൊ നിസ്സാരക്കാരനല്ല സയൻസ്. മാർക്ക് കുറവാണെങ്കിലും ഒരുപാട് ഏരിയ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകളും നമ്മുടെ റാങ്ക് ഫയലുകളും, ടാലന്റ് അക്കാഡമിയുടെ റാങ്ക് ഫയലും എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലതുപോലെ ഉപയോഗിക്കുക. ഓക്കെയാണ്. ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പുതിയ റാങ്ക് ഫയലുകൾ വിപണിയിൽ ലഭ്യമാണ്. അതെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലതുപോലെ വാങ്ങി എന്ത് ചെയ്യുക, നല്ലതുപോലെ സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ ആണേ. ഇനി അടുത്തതിലേക്ക് പോകാം. നോക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് പൊതുജനാരോഗ്യം. ഏതാണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്നത്? 10 മാർക്കിനാണ് ചോദ്യം. എത്ര മാർക്കിനാണ്? 10 മാർക്കിനാണ് ചോദ്യം എന്ന് പറയുന്നത്. നോക്കടാ എന്തൊക്കെയാണ് ഇതിൽ ഉള്ളതെന്നാണ് പഠിക്കാനുള്ളത്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. എന്താണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളെ കുറിച്ച് പഠിക്കണം. അടുത്തത് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം അനിവാര്യമാണ്.
വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് എന്താണ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം. അടുത്തത് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പഠിക്കണം. അടുത്തത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇതിൽ തന്നെ കറണ്ട് അഫയേഴ്സും കയറി വരാറുണ്ട്, ആനുകാലിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കയറി വരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആനുകാലികവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് എന്ന് പറയുന്നത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. നോക്കടാ, 4 ഏരിയ ആണെങ്കിലും ഈ 4 ഏരിയ ചില്ലറക്കാരനല്ല, നിസാരവൽക്കരിക്കരുത്, നിസാരമായി കാണരുത്. 10 മാർക്കിനാണ് ചോദിക്കുന്നത്, 10 മാർക്കിന് കേട്ടോ. പൊതുജനാരോഗ്യം, അപ്പൊ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, അടുത്തത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട്. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോടാ. അടുത്തത് കോഴ്സ് ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് OA, HSA സോഷ്യൽ സയൻസ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ അഡ്മിഷൻസ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ ഓഫ്ലൈൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിഷൻസ് ആണ് ആരംഭിച്ചത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലോട്ട് പോകാം. നോക്കുക, അടുത്ത നമ്മുടെ മാത്സ് ഏരിയ ആണ്. അപ്പോൾ മാത്സ് ഏരിയയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. മാത്സിൽ 10 മാർക്കിനാണ് മാത്സ് വരുന്നത്. എത്രയാണ്? 10 മാർക്കിനാണ് മാത്സ് വരുന്നത്. 10 മാർക്കിനാണ് മാത്സ് വരുന്നത്. നോക്കടാ, ഏതൊക്കെയാണ് ഏരിയകൾ നോക്കുക. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ലാസ്റ്റ് ഗ്രേഡ് എക്സാമുകളുടെ നിറസാന്നിധ്യം, ലസാഗു ഉസാഗ. നോക്കുക, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. നോക്കുക, എന്തൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉള്ളതെന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മാത്സുമായി ബന്ധപ്പെട്ട് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിൽ ഒരു ഏരിയ ബേസ് ചെയ്ത് മാത്രമല്ല വരുന്നത്. നോക്കടാ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, അടുത്തത് ലസാഗു ഉസാഗ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഏരിയകളെല്ലാം മത്സര പരീക്ഷകളിൽ, ഏത് പരീക്ഷ ആയിക്കൊള്ളട്ടെ, മത്സര പരീക്ഷകളിൽ നിറസാന്നിധ്യമാണ് ലസാഗു ഉസാഗ. ഭിന്നസംഖ്യകൾ, നോക്കടാ, ദശാംശ സംഖ്യകൾ, വെരി വെരി ഇമ്പോർട്ടന്റ്. ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി. അടുത്തത് ലാഭവും നഷ്ടവും. ഏതാണ്? ലാഭവും നഷ്ടവും. പിന്നെ ഏതാണ്? സമയവും ദൂരവും. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ലഘുഗണിതം ഏരിയയിൽ, സിമ്പിൾ മാത്സിൽ എന്ത് ചെയ്യുന്നുണ്ട് വരുന്ന ഏരിയകളാണ് പറയുന്നത്. ഓക്കെ ആണ്. അപ്പൊ എത്രയായിട്ട് തരംതിരിക്കുന്നു നോക്കടാ. 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 8 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ ആൾറെഡി എന്താണ്, മാത്സ് നമ്മുടെ ലൈവ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആൾറെഡി 10 മാർക്കിൽ ഒരു 9 മാർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിപ്പുണ്ട് 9 മാർക്കും. ഓക്കെ, പിന്നെ 1 മാർക്കിന് പഠിച്ചാൽ മതി. ആ 1 മാർക്കിന് എന്ത് ചെയ്യണം, പഠിക്കണം. ആ 1 മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കാം, അടുത്തയിലേക്ക് പോകാം. മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. ഇതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് നോക്കാം. നോക്കടാ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം. കേട്ടോ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം. അടുത്തത് ഒറ്റയാനെ കണ്ടെത്തൽ. വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം. അതായത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒട്ടുമിക്കുള്ള കാര്യങ്ങളും നമ്മൾ എന്താണ് LD ക്ലർക്ക് പരീക്ഷകൾക്കും ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ നമ്മൾ എന്താണ് തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. LD ക്ലർക്ക് പരീക്ഷകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തയ്യാറെടുത്തിട്ടുള്ള. അതായത് ഒരു മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സര പരീക്ഷയെ എന്താണ് നല്ലതുപോലെ വിജയിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, മാത്സ് ഈ ഏരിയയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ളതായിരിക്കും. അതേ കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങളാണ്. അവയെ ഒന്നുകൂടെ അടുക്കും ചിട്ടയോടും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക,
പ്രാവർത്തികമാക്കി ഉപയോഗിക്കുക. ഓക്കെ, അപ്പോ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും എന്നുള്ള ഏരിയയിൽ എന്ത് ചെയ്തിട്ടുണ്ട് 10 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ തയ്യാറാകണം. അപ്പൊ അത് നോക്കടാ, ഓരോ വിഷയങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് നമ്മൾ ആൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് മാത്സിലാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നോക്കാം, തുടക്കം മുതൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാ നോക്കുക. പൊതുവിജ്ഞാനം 40 മാർക്കിനാണ് ചോദിച്ചത്. പൊതുവിജ്ഞാനം എത്രയാണ്? 40 മാർക്കിനാണ് ചോദിക്കുന്നുള്ളത്. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കാണ്. സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും 20 മാർക്കിനാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്തത്, ലാസ്റ്റ് ഇത് പറഞ്ഞത് 20 മാർക്കിന്റെ ചോദ്യമാണ്. 20 മാർക്കിന്റെ ചോദ്യമാണ്. ഇതാ നോക്കുക, ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ലഘുഗണിതം 10 മാർക്കും, പിന്നെന്താണ് മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും 10 മാർക്ക്, അങ്ങനെ 20 മാർക്കായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ഒരു സെക്ഷനിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ലാസ്റ്റ് ഗ്രേഡ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു അതെല്ലാം മാറുമെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. Okay, bye bye.